സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ഒരു വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക. പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകളൊക്കെ വാങ്ങിക്കുന്ന എല്ലാ ആളുകളെയും ബാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പ് പരിശോധിക്കാം. നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകളുടെ വിതരണം 2 മാസ തുകയൊക്കെയാണ് ഒരുമിച്ചായിട്ട് സംസ്ഥാന സർക്കാർ വിതരണം ചെയ്തത്. വിഷുവിനോടൊക്കെ അനുബന്ധിച്ചും അതുപോലെ തന്നെ ഇലക്ഷൻ്റെയൊക്കെ ഒരു സാഹചര്യം മുൻകൂട്ടി കണ്ടുകൊണ്ടൊക്കെയാണ് ഈ ഒരു നടപടികളൊക്കെ മുൻപ് തന്നെ ഉണ്ടായതും. ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു പെൻഷൻ തുക വിതരണം ചെയ്യുകയും എല്ലാവർക്കും തുക ലഭിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. ഇനിയിപ്പോൾ മെയ് മാസത്തിലാണ് പെൻഷൻ തുക ലഭിക്കേണ്ടത്. മെയ് മാസത്തിൽ പെൻഷൻ തുക ലഭിക്കുമ്പോൾ തീർച്ചയായിട്ടും ജനങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട 5ഓളം കാര്യങ്ങളാണ് ഇന്ന് ശ്രദ്ധിക്കേണ്ടത്. കാരണം ഇനിയിപ്പോൾ ഇലക്ഷൻ കഴിയുന്നതോടുകൂടി തന്നെ ക്ഷേമ പെൻഷൻ തുകയിൽ ഗണ്യമായിട്ടുള്ള വർധന ഉണ്ടാകുമെന്നുള്ള ഒരു കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പ്രത്യേകിച്ച് ഈ ഒരു തുക വർദ്ധിപ്പിച്ചിട്ടില്ല എങ്കിൽ തന്നെ ഇപ്പോൾ 2000 രൂപയിൽ എത്തി നിൽക്കുകയാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തുക ഈ ഒരു ഇലക്ഷൻ കഴിയുന്നതോടുകൂടി വർദ്ധിപ്പിക്കും എന്നുള്ളൊരു കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പറഞ്ഞിരുന്ന മുൻപ് ഇലക്ഷൻ്റെ സമയത്ത് പറഞ്ഞിരുന്ന 2500 രൂപയിലേക്ക് തുക എത്തിയില്ലെങ്കിലും 2000 രൂപ വരെ എത്തിക്കാൻ സംസ്ഥാന സർക്കാരിന്, നിലവിൽ ഭരിക്കുന്ന സർക്കാരിന് കഴിഞ്ഞിരുന്നു. അതിനുശേഷം 3000 രൂപയിലേക്ക് എത്തും എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്തു. ഇനി നമ്മൾ പറയാൻ പോകുന്ന കാര്യങ്ങളാണ് നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. നമ്മളെ വരുമാന സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് നമ്മുടെ വരുമാനം കറക്റ്റായിട്ട് നമ്മൾ കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു നമുക്ക് പെൻഷൻ തുക നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമെന്നുള്ളൊരു കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കൂടാതെ തന്നെ വീടുകളിലെത്തിയുള്ള ഒരു ഭൗതിക സാഹചര്യം വിലയിരുത്തലുണ്ട്. പ്രത്യേകിച്ച് നിങ്ങളുടെ വീട് ഏത് സ്ഥിതിയിലുള്ളതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഉയർച്ചയുള്ള ആളുകളാണോ, അല്ലെങ്കിൽ നിങ്ങൾ മറ്റേതെങ്കിലും പെൻഷനുകൾ കൈപ്പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ വീടുകളിൽ സർക്കാർ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉയർന്ന പെൻഷൻ, മറ്റ് സർക്കാർ പെൻഷൻ തന്നെ ഉയർന്ന പെൻഷൻ എന്തെങ്കിലും പറ്റുന്ന ആളുകളാണോ, 10000 രൂപയ്ക്ക് മുകളിൽ പെൻഷൻ പറ്റുന്ന ആളുകളാണോ, ഇതെല്ലാം പരിശോധിക്കാനായിട്ടുള്ള നടപടികളുണ്ടാവും. ഏകദേശം 7ഓളം കാര്യങ്ങളാണിത്. ഈ കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്ന് പറയുന്നത്, ഈ കാര്യങ്ങൾ ഉള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ നമുക്ക് ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്ന ആളുകൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് ഉണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ഈ ഏതെങ്കിലും ഒരു ലിസ്റ്റിൽ ഉണ്ട് എങ്കിൽ അവർക്ക് വലിയ നടപടികളൊക്കെ നേരിടേണ്ടി വരുന്ന സാഹചര്യം വരും. അവർക്ക് പെൻഷൻ തുക ഒറ്റയടിക്ക് തന്നെ നിർത്തിക്കളയുന്ന സാഹചര്യം ഉണ്ടാവും. മറ്റ് ക്ഷേമനിധി പെൻഷനൊക്കെ വാങ്ങുന്ന, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് 600 രൂപ വരെ പെൻഷൻ വാങ്ങിക്കാൻ സാധിക്കുന്ന സ്കീമുകളൊക്കെ ഉണ്ട്. പക്ഷേ എന്തു തന്നെയായാലും സർക്കാർ പറഞ്ഞിരിക്കുന്ന മാനദണ്ഡങ്ങൾ പാലിക്കാത്ത ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്നുള്ളൊരു കാര്യത്തിൽ യാതൊരുവിധ സംശയവും ഇനി നമുക്ക് ആവശ്യമില്ല. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത്, ഞാനീ പറഞ്ഞ ഉയർന്ന സാമ്പത്തിക ശേഷിയുള്ള ആളുകൾ, വീടുകളിലൊക്കെ AC വെച്ചിട്ടുള്ള ആളുകൾ, 4 ചക്ര വാഹനങ്ങളൊക്കെ ഉള്ള ആളുകൾ, ഉപജീവന മാർഗത്തിനല്ല 4 ചക്ര വാഹനങ്ങളൊക്കെ ഉള്ള ആളുകളൊക്കെ വലിയ ബുദ്ധിമുട്ട് നേരിടേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവും. പെൻഷൻ തുക കറക്റ്റായിട്ട് ലഭിക്കേണ്ടത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കാണ്. ഇതിൻ്റെ ഒരു പ്രധാന കാരണമെന്ന് പറയുന്നത്, പരിശോധന വരാനുള്ള കാരണം ഇനിയിപ്പോൾ 3000 രൂപയിലേക്ക് എത്തുമെന്നുള്ള കാര്യം യാതൊരു സംശയം വേണ്ട. അത് ഇലക്ഷനിൽ പറഞ്ഞിട്ടുള്ള കാര്യം കൊണ്ടാണ്. അതുകൊണ്ടാണ് ഈ ഒരു കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണിത്.